നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുന്ന ഓരോ സ്റ്റുഡൻസും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അഡ്മിഷൻ മുതൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെയുള്ള പ്രൊസീജിയേഴ്സ് എന്താണെന്നുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു പ്രൊസീജിയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏത് ഡിഗ്രി കോഴ്സ് എടുക്കണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന കുട്ടികളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കായി നമ്മൾ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ക്ലാസ്സിലേക്കുള്ള നിങ്ങളുടെ സീറ്റുകൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഡിസ്റ്റന്റ് ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. കൂടുതൽ സ്റ്റുഡൻസും ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നവരാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് നമ്മുടെ മാതൃഭാഷ അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾ ചെയ്യുന്ന സമയത്ത് ഓരോ കുട്ടിയും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ എൻഡ് ചെയ്യുന്ന സമയം വരെ, അതായത് നമ്മൾ ആ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നത് വരെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു പ്രൊസീജിയേഴ്സ്, അതായത് അഡ്മിഷൻ എടുക്കുന്നത് മുതൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെയുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു കാലയളവിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സ്റ്റെപ്സുകളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ആദ്യം തന്നെ നിങ്ങൾക്കറിയാം, ഇതൊരു 3 ഇയർ അല്ലെങ്കിൽ 4 ഇയർ വരുന്ന ഡിഗ്രി കോഴ്സുകളാണ്. അപ്പോൾ ആ ഒരു കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അഡ്മിഷൻ എടുത്തിരിക്കണം. അതായത് നമ്മൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ബാച്ചിലേക്ക് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ഡിഗ്രി കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബേസിക് കാര്യമാണ്, ഒരു ഡിഗ്രി കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC +2 ആണ്. +2 പാസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് മാത്രമേ ഒരു ഡിഗ്രി ലെവലിലുള്ള ഓരോ കോഴ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ +2 പാസ്സായിരിക്കുന്ന ഒരു കുട്ടി ആയിരിക്കണം. അത് നമുക്ക് അറിയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജാണ്. പിന്നെ അതുപോലെ തന്നെ +2 കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾ എടുക്കുന്ന ഡിഗ്രി കോഴ്സ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സുകളായിരിക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ +2 നല്ല മാർക്കോട് കൂടി പാസ്സായി കഴിഞ്ഞാലും നമ്മൾ എടുത്തിരിക്കുന്ന ഡിഗ്രി കോഴ്സുകൾ ചിലപ്പോൾ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. നമുക്ക് സജസ്റ്റ് ചെയ്യാൻ ഒരുപാട് പേര് ചുറ്റും ഉണ്ടായിരിക്കും, നമ്മുടെ പാരൻസ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും. അപ്പോൾ അവരുടെ സജഷൻസ് കേൾക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് മാത്രം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം പിന്നീട് പഠിച്ചു തുടങ്ങിയിട്ട് അത് വിഡ്രോ ചെയ്യണം എന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങളൊരു ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് സെലക്ട് ചെയ്യാം. പിന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇയർലി ഇൻടേക്ക് ആണ് നടക്കുന്നത്. അതായത് വർഷത്തിൽ ഒരിക്കലേ നമുക്ക് ഇൻടേക്ക് നടക്കുകയുള്ളൂ. അതൊരു ജൂൺ ജൂലൈ സൈക്കിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ വർഷത്തിലും ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇൻടേക്കുകൾ നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻടേക്കിലേക്കാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു ബാച്ചിലേക്ക് രജിസ്റ്റേർഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകൾ വളരെ കൃത്യമായിട്ട്, അതിലൊരു തെറ്റും കൂടാണ്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും എററുകളൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ മുന്നേ അത് മാറ്റിയെടുക്കാനുള്ളൊരു ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ എററൊന്നും കൂടാത്ത സർട്ടിഫിക്കറ്റ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യുക. നമുക്കിപ്പോൾ ആധാർ, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, SSLC സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ വോട്ടർ ID, നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ്, TC, ഇനിയിപ്പോൾ SC ST കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ട്
നമുക്ക് ഒരു 4-5ഓളം സർട്ടിഫിക്കറ്റുകളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് റിജക്ഷൻ വരാത്ത രീതിയിൽ, അതായത് വളരെ വൃത്തിയായിട്ടും അതുപോലെ തന്നെ ഒരു എററും ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ മാത്രമായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് ചൂസ് ചെയ്യാനും അതിലെ പേപ്പേഴ്സ് ചൂസ് ചെയ്യാനുമുള്ള ഒരു ടൈം ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ LSC ചൂസ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് ചൂസ് ചെയ്ത LSC നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റാനുള്ള ഒരു ഓപ്ഷനും കൂടെ അതിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ആ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു പാർട്ടായി കഴിഞ്ഞ് പിന്നെ നമ്മളെ മുന്നിലുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് സെൻറ്റേഴ്സ് ത്രൂ പഠിക്കണം എന്നുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കോച്ചിങ് സെൻറ്ററുകളും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മുന്നിലുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എക്സാം ആണ്. നമുക്ക് അറിയാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെമസ്റ്റർ വൈസ് എക്സാമുകളാണ്. അതായത് 6 മാസം കൂടുമ്പോഴാണ് എക്സാം വരുന്നത്. അപ്പോൾ 3 ഇയർ ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ടോട്ടൽ 6 എക്സാംസ് ഉണ്ടായിരിക്കും, ഒരു ഇയറിൽ 2 എക്സാം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷന് ശേഷം നമുക്ക് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ എക്സാം എഴുതുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാം എഴുതുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ മുന്നേ ആയിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അസൈൻമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ 2 അസൈൻമെൻറ്റുകളാണ് വരുന്നത് ഓരോ സബ്ജക്റ്റിനും. അപ്പോൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അസൈൻമെൻറ്റ് എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ എക്സാം എഴുതാൻ പറ്റുക. ഓക്കെ, അപ്പോൾ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ ഒരു എക്സാം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ എക്സാം രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങൾ എഴുതുന്ന പേപ്പേഴ്സ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അടുത്തടുത്തുള്ള എക്സാം സെൻറ്റേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ എക്സാമും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടുത്തത് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിസൾട്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഒരു 1 മന്ത് അല്ലെങ്കിൽ 1.5 മന്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ റിസൾട്ട് വരും. റിസൾട്ട് വന്നതിന് ശേഷം വിത്തിൻ ഫ്യൂ ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കൂടെ കിട്ടും. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഡിജിറ്റൽ കോപ്പി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതിൻ്റെ ഫിസിക്കൽ കോപ്പി ആണെങ്കിൽ അത് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെയുള്ള ഒരു ലോങ് പ്രൊസീജിയറാണ് നമ്മളിപ്പോൾ ഈ ഒരു ഷോർട്ട് ആയിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം, പിന്നെ പഠിക്കണം, എക്സാം അറ്റൻഡ് ചെയ്യണം, പിന്നെ അതിൻ്റെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവസാനമായിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അപ്പോൾ ഇത്രയും പ്രൊസീജിയറാണ് ഓരോ ഇയറിലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ആയിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.